പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്ത പുറത്തുവരുന്നത് സംസ്ഥാന ബിജെപിയിൽ ജില്ലാ പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ ധാരണയായിരിക്കുന്നു. 30 ജില്ലാ പ്രസിഡന്റുമാരിൽ 27 എണ്ണത്തിൽ തീരുമാനമാകാത്തത് തിരുവനന്തപുരം നോർത്ത്, പത്തനംതിട്ട, ഇടുക്കി അധ്യക്ഷന്മാരുടെ കാര്യത്തിലാണ്. വിവരങ്ങളുമായി VS അനു ചേരുന്നു. അനു, ഈ 3 ഇടങ്ങളിൽ കാര്യങ്ങൾ സമവായത്തിലെത്തിയില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? ആരൊക്കെയാണ് പുതുതായി ഈ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്? ആ ധാരണയിൽ എത്തിയിരിക്കുന്നത് ആരുടെയൊക്കെ പേരുകളാണ് ഈ ഘട്ടത്തിൽ പറയാനാകുമോ? ലക്ഷ്മി, BJP അതിന്റെ പുതിയ സംഘടനാ പർവ്വത്തിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ 14 ജില്ലാ പ്രസിഡന്റുമാരായിരുന്നെങ്കിൽ ഈ 14 ജില്ല എന്നുള്ളത് 30 ജില്ലകളായി BJPയുടെ സംഘടനാ സംവിധാനത്തെ മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് 3, അതായത് തിരുവനന്തപുരം സിറ്റി, അതുകൂടാതെ നോർത്ത്, സൗത്ത്, ഇങ്ങനെ തിരുവനന്തപുരം ജില്ല മാത്രം 3 തരത്തിലാണ് മാറ്റിയിട്ടുള്ളത്. അങ്ങനെയാണ് സംസ്ഥാനം ഒട്ടാകെ 30 ജില്ലാ പ്രസിഡന്റുമാരെ തീരുമാനിക്കാൻ വേണ്ടി നേരത്തെ തീരുമാനമുണ്ടായിരുന്നത്. 27 ജില്ലകളുടെ കാര്യത്തിൽ ഏകദേശ ധാരണ ഉണ്ടായിരിക്കുന്നു. വി മുരളീധര പക്ഷത്തിന് തന്നെയാണ് നിലവിൽ ഈ 27 എണ്ണത്തിൽ ഈ വി മുരളീധര പക്ഷത്തിന് തന്നെയാണ് കൂടുതൽ ഭൂരിപക്ഷം ഉള്ളത്. PK കൃഷ്ണദാസ് പക്ഷത്തിന് 4 ജില്ലാ പ്രസിഡന്റുമാർ ലഭിച്ചു. അതേസമയം 3 ജില്ലകളുടെ കാര്യത്തിൽ ഇതുവരെയും പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ തീരുമാനത്തിലേക്ക്, സമവായത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഓരോ ജില്ലയിലേക്കും 3 പേരുകളുടെ പാനലാണ് കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. ഇതിൽ തിരുവനന്തപുരം നോർത്ത്, പത്തനംതിട്ട, ഇടുക്കി അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ സമവായമായിട്ടില്ല. ഈ 27 ജില്ലാ പ്രസിഡന്റുമാരിൽ 4 വനിതാ ജില്ലാ പ്രസിഡന്റുമാരുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 3 ജില്ലാ പ്രസിഡന്റുമാർ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഉള്ള ആളുകളുണ്ട്. തൃശൂർ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ആണ് ഈ ക്രൈസ്തവ ജില്ലാ അധ്യക്ഷന്മാർ വരുന്നത്. 2 പേർ പട്ടിക വിഭാഗത്തിലുള്ള ജില്ലാ പ്രസിഡന്റുമാർ വരും. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ തിരുവനന്തപുരം സംസ്ഥാന സെക്രട്ടറി കരമന ജയൻ തിരുവനന്തപുരം സെൻട്രലിന്റെ ചുമതല, തിരുവനന്തപുരം സെൻട്രൽ പ്രസിഡന്റായി വരുന്നത് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കരമന ജയനാണ്. അതുകൂടാതെ സംസ്ഥാന വക്താവായിട്ടുള്ള സന്ദീപ് വാചസ്പതി ആലപ്പുഴ സൗത്തിന്റെ പ്രസിഡന്റാകും. മഹിളാ മോർച്ച അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യത്തിനാണ് തൃശൂർ വെസ്റ്റിന്റെ പ്രസിഡന്റായി മാറുക. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ കോഴിക്കോട് നോർത്ത് പ്രസിഡന്റാകും. കൂടാതെ സംസ്ഥാന സെക്രട്ടറി പ്രകാശ് ബാബു കോഴിക്കോട് ടൗൺ സംസ്ഥാന പ്രസിഡന്റായി, ജില്ലാ പ്രസിഡന്റായി മാറും. എംബൽ അശ്വതിയാണ് കാസർഗോഡ് പ്രസിഡന്റ്. കൊല്ലം ഈസ്റ്റ് രാജീവ് പ്രസാദ് പ്രസിഡന്റാകും. ഇങ്ങനെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായ പേരുകളുടെ വിവരങ്ങൾ. 2 ദിവസത്തിനുള്ളിൽ ഈ അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് BJP നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും അറിയാൻ കഴിയുന്നത്. ലക്ഷ്മി, VS അനുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. BJPയുടെ ജില്ലാ പ്രസിഡന്റുമാരുടെ കാര്യത്തിലാണ് ധാരണയായിരിക്കുന്നത്. 14 ജില്ലാ പ്രസിഡന്റുമാർ ആയിരുന്നിടത്ത് ഇപ്പോൾ 30 പല ജില്ലകളെയും വിഭജിച്ചുകൊണ്ടുള്ള രീതിയാണ്, സംഘടനാ രീതിയാണ് ഇപ്പോൾ BJP അനുവർത്തിക്കുന്നത്. അതിൽ 30 ജില്ലാ പ്രസിഡന്റുമാരിൽ 27 എണ്ണത്തിലാണ് തീരുമാനമായിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു VS അനു തിരുവനന്തപുരത്ത് നിന്ന്.